Hi, I'm Shamir. Welcome back. Learn English through reading newspapers. Reading newspapers is really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. KSEB അണ്ടർ ഫയർ. KSEB ശക്തമായ വിമർശനം നേരിടുന്നു. അണ്ടർ ഫയർ എന്നാൽ ഇവിടെ അർത്ഥം വിമർശനം നേരിടുക എന്നുള്ള അർത്ഥം. പേഷ്യൻ്റ് രോഗി, ഡൈസ് മരണപ്പെടുന്നു. ഇൻ പവർ കട്ട് വൈദ്യുതി മുടക്കത്തിനിടെ രോഗി മരണപ്പെട്ടു. വൈ ഡിഡിൻറ്റ് യു ബൈ നിങ്ങൾ എന്തുകൊണ്ട് വാങ്ങിച്ചില്ല. ഇൻവേർട്ടർ നിങ്ങൾ എന്തുകൊണ്ട് ഇൻവേർട്ടർ വാങ്ങിച്ചില്ല. റിമാർക്ക് എന്നുള്ള ഇവിടെ അർത്ഥം പരാമർശം എന്നുള്ള അർത്ഥം. പരാമർശം എന്തുകൊണ്ട് ഇൻവേർട്ടർ വാങ്ങിച്ചില്ല എന്ന പരാമർശം. സ്പാർക്സ് ഔട്ട്റേജ് എന്നുള്ള അർത്ഥം പ്രതിഷേധം എന്നുള്ള അർത്ഥമാണ്. സ്പാർക്സ് ഔട്ട്റേജ് പ്രതിഷേധത്തിന് കാരണമായി, അതിന് തീ കൊളുത്തി. റിമാർക്സ് എന്നാൽ പ്രസ്താവന. വൈദ്യുതി മുടക്കത്തിനിടെ രോഗി മരിച്ചതിനെ തുടർന്ന് KSEB ശക്തമായ വിമർശനത്തിന് വിധേയമായി. KSEB ചോദിച്ചു, എന്തുകൊണ്ട് ഇൻവെർട്ടർ വാങ്ങിയില്ല. ചോദിച്ച പരാമർശം വ്യാപകമായ പ്രതിഷേധത്തിന് ഇടയാക്കി. പാലക്കാട്, കേരള. എ ഫാമിലി ഒരു കുടുംബം. എ ഫാമിലി ഇൻ പാലക്കാട് ഹാസ് അലേജ്ഡ് എന്നാൽ ആരോപിച്ചു എന്നുള്ള അർത്ഥമാണ്. പാലക്കാട്ടിലെ ഒരു കുടുംബം ആരോപിച്ചു. ദാറ്റ് എൻ എൽഡർലി പേഷ്യൻ്റ് ഒരു പ്രായമായ രോഗി. എൽഡർലി എന്നാൽ പ്രായമായ പേഷ്യൻ്റ് രോഗി. ഡൈഡ് മരണപ്പെട്ടു. ആഫ്റ്റർ അതിനെ തുടർന്ന്. എൻ അൺഎക്സ്പെക്റ്റഡ് പവർ ഔട്ടേജ് അൺഎക്സ്പെക്റ്റഡ് എന്നാൽ അപ്രതീക്ഷിതമായ എന്നുള്ള അർത്ഥമാണ്. ഔട്ടേജ് എന്നാൽ വൈദ്യുതി മുടക്കം. അൺഎക്സ്പെക്റ്റഡ് പവർ ഔട്ടേജ് അപ്രതീക്ഷിതമായ വൈദ്യുതി മുടക്കം. ഡിസ്റപ്റ്റ് എന്നാൽ തടസ്സപ്പെടുത്തുക എന്നുള്ള അർത്ഥമാണ്. ഡിസ്റപ്റ്റഡ് തടസ്സപ്പെടുത്തി. ദ ഫങ്ഷനിങ് എന്നാൽ പ്രവർത്തനം എന്നുള്ള അർത്ഥമാണ്. ഡിസ്റപ്റ്റഡ് ദ ഫങ്ഷനിങ് പ്രവർത്തനം തടസ്സപ്പെടുത്തി. ഫങ്ഷനിങ് ഓഫ് എൻ ഓക്സിജൻ കോൺസെൻട്രേറ്റർ എന്നാൽ അർത്ഥം ഈ ഉപകരണം വായുവിൽ നിന്ന് ഓക്സിജൻ വേർതിരിച്ച് രോഗിക്കു നൽകുന്ന ഉപകരണം, അതാണ് ഓക്സിജൻ കോൺസെൻട്രേറ്റർ. അറ്റ് ഹോം വീട്ടിലുള്ള ഈ ഉപകരണം ഓക്സിജൻ കോൺസെൻട്രേറ്റർ വീട്ടിലുള്ള ഈ ഉപകരണത്തിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തി. അപ്രതീക്ഷിതമായ വൈദ്യുതി മുടക്കം. ലീവിങ് ഹിം വിത്തൗട്ട് ആഡക്വേറ്റ് ഓക്സിജൻ സപ്പോർട്ട്. ആഡക്വേറ്റ് എന്നുള്ള അർത്ഥം ആവശ്യമായ എന്നുള്ള അർത്ഥമാണ്. അനുയോജ്യമായ, പര്യാപ്തമായ ഇതൊക്കെയാണ് അർത്ഥം. വിത്തൗട്ട് ആഡക്വേറ്റ് ഓക്സിജൻ സപ്പോർട്ട് ആവശ്യമായ ഓക്സിജൻ ലഭിക്കാതെ എന്നാണ് അർത്ഥം. കേരളത്തിലെ പാലക്കാട്ടെ ഒരു കുടുംബം ആരോപിച്ചു അപ്രതീക്ഷിതമായ വൈദ്യുതി മുടക്കം കാരണം വീട്ടിൽ ഉപയോഗിച്ചിരുന്ന ഓക്സിജൻ കോൺസെൻട്രേറ്ററിൻ്റെ പ്രവർത്തനം തടസ്സപ്പെട്ടതിനെ തുടർന്ന് ആവശ്യമായ ഓക്സിജൻ ലഭിക്കാതെ ഒരു പ്രായമായ രോഗി മരണപ്പെട്ടു. ദ ഫാമിലി സെഡ് ബന്ധുക്കൾ പറഞ്ഞു, കുടുംബം പറഞ്ഞു. ദ ക്രിട്ടിക്കലി ഇൽ പേഷ്യൻ്റ് ക്രിട്ടിക്കലി എന്നാൽ ഗുരുതരാവസ്ഥയിലിരിക്കുന്ന, ഇല്ലെന്നാൽ രോഗിയായ ഗുരുതരാവസ്ഥയിലുള്ള രോഗി. ഹാഡ് ബീൻ ഡിസ്ചാർജ് ചെയ്യപ്പെട്ടതായിരുന്നു. ഫ്രം ദ ഹോസ്പിറ്റൽ ആശുപത്രിയിൽ നിന്നും. ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ ആഴ്ച. ആൻഡ് വാസ് ഡിപ്പെൻഡൻ്റ് ഓൺ എ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഫോർ സർവൈവൽ. ഡിപ്പെൻഡൻ്റ് എന്നാൽ ആശ്രയിക്കുക എന്നുള്ള അർത്ഥമാണ്. ആശ്രയത്തിലായിരുന്നു. എൻ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഒരു ഓക്സിജൻ കോൺസെൻട്രേറ്ററിൻ്റെ ആശ്രയത്തിലായിരുന്നു. ഫോർ സർവൈവൽ എന്നാൽ അതിജീവനം എന്നുള്ള അർത്ഥമാണ്. ഫോർ സർവൈവൽ അതിജീവനത്തിനു വേണ്ടി. ഗുരുതരാവസ്ഥയിലായിരുന്ന രോഗിയെ കഴിഞ്ഞ ആഴ്ച ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. ജീവൻ നിലനിർത്താൻ അദ്ദേഹം വീട്ടിൽ ഓക്സിജൻ കോൺസെൻട്രേറ്ററിൻ്റെ സഹായം ആശ്രയിച്ചിരിക്കുകയായിരുന്നു എന്ന് കുടുംബം പറഞ്ഞു. ഡ്യൂറിങ് എ പവർ ഔട്ടേജ് വൈദ്യുതി മുടക്കത്തിനിടെ. ലൈക്ക് ഫ്രൈഡേ നൈറ്റ് വെള്ളിയാഴ്ച രാത്രി വൈകി. ഡ്യൂറിങ് എന്നാൽ അതിനിടയിൽ. ഡ്യൂറിങ് എ പവർ ഔട്ടേജ് വൈദ്യുതി മുടക്കത്തിനിടെ. ലേറ്റ് ഫ്രൈഡേ നൈറ്റ് വെള്ളിയാഴ്ച രാത്രി വൈകി.
ദ ഡിവൈസ് സ്റ്റോപ്ഡ് ഫങ്ഷനിങ്. ഡിവൈസ് എന്നാൽ ഉപകരണം, സ്റ്റോപ്ഡ് എന്നാൽ നിർത്തി, ഫങ്ഷനിങ് എന്നാൽ പ്രവർത്തനം. ദ ഡിവൈസ് സ്റ്റോപ്ഡ് ഫങ്ഷനിങ്, ഉപകരണം പ്രവർത്തനം നിർത്തി. കോസിങ് കാരണമാകുന്നു. കോസിങ് ഹിസ് ഓക്സിജൻ ലെവൽസ് ടു ഫോൾ റാപ്പിഡ്ലി. ഫോൾ എന്നാൽ കുറയുക, റാപ്പിഡ്ലി എന്നാൽ അതിവേഗം. ഇതുമൂലം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ ഓക്സിജൻ്റെ അളവ് അതിവേഗം കുറയാൻ തുടങ്ങി. കോസിങ് ഹിസ് ഓക്സിജൻ ലെവൽസ് ടു ഫോൾ റാപ്പിഡ്ലി. വെള്ളിയാഴ്ച രാത്രി വൈകി ഉണ്ടായ വൈദ്യുതി മുടക്കത്തിനിടെ ഓക്സിജൻ കോൺസെൻട്രേറ്ററിൻ്റെ പ്രവർത്തനം നിലച്ചു. ഇതുമൂലം രോഗിയുടെ ശരീരത്തിലെ ഓക്സിജൻ്റെ അളവ് അതിവേഗം കുറയാൻ തുടങ്ങി. അക്കോർഡിംഗ് ടു ദ റിപ്പോർട്ട് പ്രകാരം കിട്ടിയ വിവരമനുസരിച്ച് ദ ഫാമിലി കുടുംബം, അദ്ദേഹത്തിൻ്റെ കുടുംബം ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് കോണ്ടാക്റ്റഡ് ബന്ധപ്പെട്ടു ദ ലോക്കൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫീസ് സീക്കിംഗ് ഏർജൻറ്റ് അസിസ്റ്റൻസ്. സീക്ക് എന്നാൽ തേടുക, സീക്കിംഗ് തേടിക്കൊണ്ട്, ഏർജൻറ്റ് എന്നാൽ തിടുക്കത്തിൽ, അടിയന്തരമായ, ഇതൊക്കെയാണ് അർത്ഥം. അസിസ്റ്റൻസ് എന്നാൽ സഹായം. ഇമ്മീഡിയറ്റ്ലി കോണ്ടാക്റ്റഡ് പെട്ടെന്ന് ബന്ധപ്പെട്ടു. ലോക്കൽ KSEB ഓഫീസ് സമീപത്തെ KSEB ഓഫീസുമായി ബന്ധപ്പെട്ടു. സീക്കിംഗ് ഏർജൻറ്റ് അസിസ്റ്റൻസ് അടിയന്തര സഹായം തേടിക്കൊണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം അടിയന്തര സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം ഉടൻ തന്നെ സമീപത്തെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫീസുമായി ബന്ധപ്പെട്ടു. പവർ സപ്ലൈ വാസ് ലേറ്റർ റിസ്റ്റോർഡ്. റിസ്റ്റോർ എന്നാൽ അർത്ഥം വീണ്ടെടുക്കുക, മറ്റൊരർത്ഥം പുനർനിർമ്മിക്കുക, പൂർവ്വസ്ഥിതിയിലാക്കുക, നന്നാക്കുക. റിസ്റ്റോർഡ് എന്നാൽ സ്ഥാപിക്കപ്പെട്ടു. വാസ് ലേറ്റർ റിസ്റ്റോർഡ് പിന്നീട് പുനർസ്ഥാപിക്കപ്പെട്ടു. വൈദ്യുതി വിതരണം പിന്നീട് പുനർസ്ഥാപിക്കപ്പെട്ടു. ആൻഡ് ദി ഓക്സിജൻ കോൺസെൻട്രേറ്റർ റെസ്യൂംഡ് ഫങ്ഷനിങ്. റെസ്യൂം എന്നാൽ അർത്ഥം വീണ്ടും തുടങ്ങുക എന്നുള്ള അർത്ഥമാണ്. റെസ്യൂംഡ് വീണ്ടും തുടങ്ങി. പിന്നീട് വൈദ്യുതി വിതരണം പുനർസ്ഥാപിക്കപ്പെട്ടു. തുടർന്ന് ഓക്സിജൻ കോൺസെൻട്രേറ്ററിൻ്റെ പ്രവർത്തനം വീണ്ടും പുനരാരംഭിച്ചു. പവർ സപ്ലൈ വാസ് ലേറ്റർ റിസ്റ്റോർഡ് പിന്നീട് വൈദ്യുതി വിതരണം പുനർസ്ഥാപിക്കപ്പെട്ടു. ഓക്സിജൻ കോൺസെൻട്രേറ്റർ റെസ്യൂംഡ് ഫങ്ഷനിങ് ഓക്സിജൻ കോൺസെൻട്രേറ്ററിൻ്റെ പ്രവർത്തനം വീണ്ടും ആരംഭിച്ചു. ഹവവർ എങ്കിലും ദ പേഷ്യൻസ് കണ്ടീഷൻ രോഗിയുടെ അവസ്ഥ, കണ്ടീഷൻ എന്ന അവസ്ഥ, രോഗിയുടെ അവസ്ഥ റിമെയിൻഡ് തുടർന്നു, റിമെയിൻ ക്രിട്ടിക്കൽ ഗുരുതരമായി തുടർന്നു. ദ പേഷ്യൻസ് കണ്ടീഷൻ റിമെയിൻഡ് ക്രിട്ടിക്കൽ രോഗിയുടെ നില ഗുരുതരമായി തന്നെ തുടർന്നു. ആൻഡ് ഹി ഡൈഡ് അദ്ദേഹം, ആ രോഗി മരണപ്പെട്ടു. എറൗണ്ട് ഏകദേശം 6 AM ഏകദേശം രാവിലെ 6 മണിക്ക് രോഗി മരണപ്പെട്ടു. ഓൺ ഫ്രൈഡേ വെള്ളിയാഴ്ച ദിവസം. ദ ഫാമിലി അലേർജ്ഡ് കുടുംബം ആരോപിച്ചു. വൈദ്യുതി വിതരണം പുനർസ്ഥാപിക്കപ്പെട്ടു. ആ ഓക്സിജൻ കോൺസെൻട്രേറ്ററിൻ്റെ പ്രവർത്തനം വീണ്ടും തുടങ്ങി. എന്നിരുന്നാലും രോഗിയുടെ നില ഗുരുതരമായി തന്നെ തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ ഏകദേശം 6 മണിയോടെ അദ്ദേഹം മരിച്ചതായി കുടുംബം ആരോപിച്ചു. ദി ഇൻസിഡൻറ്റ് ഈ സംഭവം കെയിം ടു ലൈറ്റ് പുറത്തറിഞ്ഞു. ആഫ്റ്റർ അതിനുശേഷമാണ് പുറത്തറിഞ്ഞത്. സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്നാൽ പ്രവർത്തക, സാമൂഹിക പ്രവർത്തക, സോഷ്യൽ ആക്ടിവിസ്റ്റ് സാമൂഹിക പ്രവർത്തക ചിത്ര അബെ പങ്കുവച്ചു ദ ഫാമിലീസ് അക്കൗണ്ട് ഇൻ എ ഫേസ്ബുക്ക് പോസ്റ്റ്. സാമൂഹിക പ്രവർത്തക ചിത്ര അബെ ഈ സംഭവത്തെക്കുറിച്ചുള്ള കുടുംബത്തിൻ്റെ വിവരണം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ചതോടെയാണ് ഈ സംഭവം പുറത്തറിഞ്ഞത്. അലേജിങ് ദാറ്റ് ആരോപിച്ചുകൊണ്ട് ദ റെസ്പോൺസ് എന്നാൽ പ്രതികരണം ഫ്രം KSEB ഒഫീഷ്യൽസ് KSEB ഉദ്യോഗസ്ഥരുടെ അടുക്കൽ നിന്നുള്ള പ്രതികരണം വാസ് ഇൻസെൻസിറ്റീവ് ഇതിനർത്ഥം നിർവികാരമായ, ഉണർവില്ലാത്ത, ഇതൊക്കെയാണ് അർത്ഥം. മറ്റൊരർത്ഥം അനുഭാവമില്ലാത്ത എന്നുള്ള അർത്ഥമാണ്. ദ റെസ്പോൺസ് ഫ്രം ദ KSEB ഒഫീഷ്യൽസ് വാസ് ഇൻസെൻസിറ്റീവ്.
KSEB ഉദ്യോഗസ്ഥരുടെ പ്രതികരണം അനുഭാവമില്ലാത്തതായിരുന്നു, മനുഷ്യത്വരഹിതമായിരുന്നു. ഇതൊക്കെയാണ് അർത്ഥം. സാമൂഹിക പ്രവർത്തക ചിത്ര അബെ ഈ സംഭവത്തെക്കുറിച്ചുള്ള കുടുംബത്തിൻ്റെ വിവരണം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചതോടെയാണ് ഈ സംഭവം പുറത്തറിഞ്ഞത്. KSEB ഉദ്യോഗസ്ഥരുടെ പ്രതികരണം മനുഷ്യത്വരഹിതവും അനുഭാവമില്ലാത്തതുമായിരുന്നു എന്ന് അവർ ആരോപിച്ചു. സാമൂഹിക പ്രവർത്തകയായിട്ടുള്ള ചിത്ര അബെ ആരോപിച്ചു. ഇൻ ദ പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഷീ സെഡ് അവൾ പറഞ്ഞു, ഈ സാമൂഹിക പ്രവർത്തകയായിട്ടുള്ള സ്ത്രീ പറഞ്ഞു, ദ ഫാമിലി വാസ് ആസ്ക്ഡ് കുടുംബത്തോട് ചോദിച്ചു. ഇതൊരു പാസീവ് വോയിസ് സെൻറ്റൻസ് ആണ്. ഫാമിലി ആസ്ക്ഡ് എന്നാൽ കുടുംബം ചോദിച്ചു, കുടുംബത്തോട് ചോദിച്ചു. ഫാമിലി വാസ് ആസ്ക്ഡ് കുടുംബത്തോട് ചോദിച്ചു. വൈ ഡിഡിൻറ്റ് യു ബൈ എൻ ഇൻവേർട്ടർ ഫോർ യുവർ ഹൗസ്. ബൈ എന്നാൽ വാങ്ങുക. വൈ ഡിഡിൻറ്റ് യു ബൈ നിങ്ങൾ എന്തുകൊണ്ട് വാങ്ങിച്ചില്ല എൻ ഇൻവേർട്ടർ ഒരു ഇൻവേർട്ടർ ഫോർ യുവർ ഹൗസ് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ എന്തുകൊണ്ട് ഒരു ഇൻവേർട്ടർ വാങ്ങിച്ചില്ല. വെൻ ദേ സോട്ട് അവർ തേടിയപ്പോൾ. വെൻ ദേ സോട്ട് എമർജൻസി അസിസ്റ്റൻസ് ഡ്യൂറിങ് ദി ഔട്ടേജ്. ഡ്യൂറിങ് ദി ഔട്ടേജ് എന്നാൽ വൈദ്യുതി മുടക്കത്തിനിടെ. എമർജൻസി അസിസ്റ്റൻസ് എന്നാൽ അടിയന്തര സഹായം. വെൻ ദേ സോട്ട് എമർജൻസി അസിസ്റ്റൻസ് അവർ അടിയന്തര സഹായം തേടിയ സമയത്ത്. ഫേസ്ബുക്ക് പോസ്റ്റിൽ അവർ പറയുന്നത് പ്രകാരം വൈദ്യുതി മുടക്കത്തിനിടെ അടിയന്തര സഹായം തേടി കുടുംബം KSEBയെ ബന്ധപ്പെട്ടപ്പോൾ വീട്ടിൽ ഒരു ഇൻവേർട്ടർ എന്തുകൊണ്ട് വാങ്ങിയില്ല എന്നാണ് അവരോട് ചോദിച്ചതെന്ന് ഈ സാമൂഹിക പ്രവർത്തകയായിട്ടുള്ള അബെ ആരോപിച്ചു. അദ്ദേഹം ആരോപിക്കുന്നത് ഇതാണ്. ചിത്ര ഓൾസോ ക്രിട്ടിസൈസ്ഡ്. ഈ ചിത്ര അബെ സാമൂഹിക പ്രവർത്തകയായിട്ടുള്ള ചിത്ര ഓൾസോ ക്രിട്ടിസൈസ്ഡ് ഇതും പറഞ്ഞ് വിമർശിച്ചു. ദി ഓൺഗോയിങ് പവർ റിസ്ട്രിക്ഷൻസ്. ഓൺഗോയിങ് എന്നാൽ തുടരുന്ന. ഓൺഗോയിങ് പവർ റിസ്ട്രിക്ഷൻസ് തുടരുന്ന വൈദ്യുതി നിയന്ത്രണങ്ങൾ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വൈദ്യുതി നിയന്ത്രണങ്ങൾ. റിസ്ട്രിക്ഷൻസ് എന്ന നിയന്ത്രണങ്ങൾ. ഇൻ ദ സ്റ്റേറ്റ് സംസ്ഥാനത്തുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വൈദ്യുത നിയന്ത്രണത്തെയും ചിത്ര വിമർശിച്ചു. സേയിങ് പറഞ്ഞുകൊണ്ട്. മെനി ഫാമിലീസ് ഒരുപാട് കുടുംബങ്ങൾക്ക് കുഡ് നോട്ട് അഫോർഡ് സാധിക്കില്ല. കുഡ് നോട്ട് അഫോർഡ് എക്സ്പെൻസീവ് ബാക്കപ്പ് സിസ്റ്റംസ് സച്ച് ആസ് ഇൻവേർട്ടേഴ്സ് ഓർ ഓക്സിജൻ സിലിണ്ടേഴ്സ്. എക്സ്പെൻസീവ് എന്നാൽ ചിലവേറിയ എന്നുള്ള അർത്ഥമാണ്. എക്സ്പെൻസീവ് ബാക്കപ്പ് സിസ്റ്റം ചിലവേറിയ ബാക്കപ്പ് സംവിധാനങ്ങൾ. സച്ച് ആസ് എന്നാൽ പോലോത്ത. ഇൻവേർട്ടേഴ്സ് ഓർ ഓക്സിജൻ സിലിണ്ടേഴ്സ് ഇൻവേർട്ടറുകൾ അല്ലെങ്കിൽ ഓക്സിജൻ സിലിണ്ടറുകൾ പോലോത്ത വിലയേറിയിട്ടുള്ള ചിലവേറിയിട്ടുള്ള ബാക്കപ്പ് സംവിധാനങ്ങൾ. കുഡ് നോട്ട് അഫോർഡ് എന്നാൽ വാങ്ങാൻ സാധിക്കാത്ത എന്നുള്ള അർത്ഥം. അഫോർഡ് എന്നാൽ കുഡ് നോട്ട് അഫോർഡ് സാമ്പത്തികമായിട്ട് സാധിക്കാത്ത. അഫോർഡ് എന്നാൽ കഴിവുണ്ടായിരിക്കുക എന്നുള്ള അർത്ഥം. കുഡ് നോട്ട് അഫോർഡ് എന്നാൽ സാധിക്കാത്ത. സംസ്ഥാനത്ത് തുടരുന്ന വൈദ്യുത നിയന്ത്രണങ്ങളെയും ചിത്ര വിമർശിച്ചു. ഇൻവേർട്ടറുകളോ ഓക്സിജൻ സിലിണ്ടറുകളോ പോലുള്ള ചിലവേറിയ ബാക്കപ്പ് സംവിധാനങ്ങൾ വാങ്ങാൻ പല കുടുംബങ്ങൾക്കും സാമ്പത്തികമായി കഴിയില്ലെന്നും അവർ പറഞ്ഞു. ഹവവർ എന്നിരുന്നാലും her Facebook post did not identify the patient. ഇതിനർത്ഥം രോഗിയുടെ പേര് തിരിച്ചറിയൽ വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ള അർത്ഥമാണ്. രോഗിയുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. സ്പെസിഫൈ ദി എക്സാക്ട് ലൊക്കേഷൻ ഓഫ് ദി ഇൻസിഡൻറ്റ്. ലൊക്കേഷൻ ഓഫ് ദി ഇൻസിഡൻറ്റ് എന്നാൽ സംഭവത്തിൻ്റെ സ്ഥലം, സംഭവം നടന്ന സ്ഥലം. എക്സാക്റ്റ് എന്നാൽ കൃത്യമായ. സ്പെസിഫൈ എന്നാൽ എടുത്തു പറയുക, ചൂണ്ടിക്കാണിക്കുക, പ്രസ്താവിക്കുക, വിവരിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. വ്യക്തമായി എടുത്തു പറയുക. ഓർ നെയിം ഓഫ് ദ KSEB ഓഫീസ്. KSEB ഓഫീസിൻ്റെ പേര്. ഓർ അല്ലെങ്കിൽ ദ പേഴ്സൺ ഹൂ കോണ്ടാക്റ്റഡ് ഇറ്റ്. KSEBയെ ബന്ധപ്പെട്ട വ്യക്തിയുടെ പേര്.
എന്നിരുന്നാലും അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ രോഗിയുടെ പേര് വെളിപ്പെടുത്തിയിരുന്നില്ല. സംഭവം നടന്ന കൃത്യമായ സ്ഥലം, ബന്ധപ്പെട്ട KSEB ഓഫീസ് അല്ലെങ്കിൽ അവിടെ ബന്ധപ്പെട്ട വ്യക്തിയുടെ പേര് എന്നിവയൊന്നും വ്യക്തമായിരുന്നില്ല. ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമായിരുന്നില്ല.